അത് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം കാണിച്ചു തരാം. കാരണം ഒരു പറയുന്നുണ്ടാവും സീക്രട്സ്. ഈ കാണുന്ന ബോട്ടിൽ എത്ര പേര് പോകും? ഗസ്റ്റ് ചെയ്യും എത്ര പേര് പോകും? നമ്മുടെ ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം വരുന്നത് ഒന്ന് ദുബായ് മാൾ, അല്ലെങ്കിൽ ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു ഓൾഡ് ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി ദുബായിൽ വന്നിട്ട് ഒരു ഏകദേശം ഒരു 4-5 വർഷമായി. ഓക്കെ, ഇതുവരെ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഓൾഡ് ദുബായ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ്. അതിന് കൂടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്ഥലം ഫസ്റ്റ് ടൈം വരുന്ന സ്ഥലം ഞാൻ എങ്ങനെ സെർച്ച് ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്നത് സെർച്ച് ചെയ്യാം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്. ഞാൻ ഒരു ലൈസൻസ് ടൂർ ഗൈഡ് ആണ്. അത് മാത്രമല്ല ആള് ബോൺ ആൻഡ് ബോട്ടം UAE ആണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരു ടൂർ ഗൈഡ് എപ്പോഴാണ് അനിവാര്യമായിട്ടുള്ളത്? നമ്മളൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുമ്പം അതിന്റെ മുക്കും മൂലയും അത് മാത്രമല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്കൊരു ടൂർ ഗൈഡ് അത്യാവശ്യമാണ്, അല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ കൂടുതൽ പേരും ഗൂഗിൾ നോക്കിയിട്ട് പോവാം. പക്ഷേ ഗൂഗിളിൽ വെച്ചാൽ കൂടുതലും ഈ പരസ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത അഡ്വർടൈസ്മെന്റ് മാർക്കറ്റ് ചെയ്ത് അതിന്റെ അഡ്വർടൈസ്മെന്റ് ടോപ്പിൽ നിൽക്കുന്നതായിരിക്കും ഗൂഗിളിൽ എപ്പോഴും ഉണ്ടാവുക, അല്ലേ? ചിലപ്പോൾ സ്ഥലങ്ങളിൽ മുക്കും മൂലം സ്പെഷ്യൽ സംഭവങ്ങൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എപ്പോഴും ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജേർണി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനായി കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നല്ല. ഞാൻ ട്രിപ്പ് പോകുമ്പോഴും എപ്പോഴും അവ കണ്ടിട്ട് ടൂർ ഗൈഡിനെ ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അയാൾക്ക് അറിയുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ദുബായിൽ നിങ്ങൾ വന്നെങ്കിൽ കൂടുതൽ അറിയുന്നെങ്കിൽ ഒരു ടൂർ ഗൈഡ് നിങ്ങൾ ബുക്ക് ചെയ്യണം. എന്നാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ബെസ്റ്റ് ആയിരിക്കുള്ളൂ. അത് പ്ലസ് നമുക്ക് നമ്മുടെ അതേ സെയിം ഏജിലുള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വേറൊരു പോസിറ്റീവ് വൈബായിരിക്കില്ലേ? അപ്പം നിങ്ങൾക്ക് UAE-യിലെ എവിടെ പോകണമെങ്കിലും ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു ഫുഡ് ടൂറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ ചാച്ചു നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അടിപൊളി റെസ്റ്റോറന്റിലേക്കാണ് നമ്മുടെ ചാച്ച് നമ്മളെ കൊണ്ടുവരുന്നത്. എന്തായിരുന്നു റെസ്റ്റോറന്റ് പേര്? പാക്കിലിയാരി റെസ്റ്റോറന്റ് ആണ് പേര്. അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് മട്ടൻ ബിരിയാണിയാണ്. നല്ല മസാല മട്ടൻ ബിരിയാണി. നമുക്ക് അത് പോയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ റുക്കു നമ്മളെത്തി. നമുക്ക് മട്ടൻ ബിരിയാണിയും ഒരു മസൂർ ദാലും ഒരു റൊട്ടിയും വാങ്ങിച്ചാലും. മട്ടൻ ബിരിയാണി സൂപ്പറാണ്.
ബിരിയാണിയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൻ ബിരിയാണി. മട്ടൻ കഴിക്കില്ലേ? മട്ടനാ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർഡർ എത്തിയിരിക്കുകയാണ്. അതും തന്നെ അടിപൊളിയല്ലേ? ബിരിയാണി എത്തി. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് ദാലിൽ ഒരു നല്ല ഗീയൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി നല്ല സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പോണ് മട്ടനല്ല മട്ടൻ ബിരിയാണി. ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ. കുറച്ച് മസാല മാത്രം ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണ്, നല്ല മസാല. പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കൊതി കുറച്ച് മട്ടൻ ബിരിയാണി തിന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടില്ലേ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കൽ കുറേ ആളായിട്ടില്ലായിരുന്നു. അപ്പം കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നതുകൊണ്ടാണ് നല്ല ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിനോടാ പഞ്ഞിന് പോയത് നല്ല സോഫ്റ്റാണ്. സാധാരണ കണ്ടോ സ്പൂണും മുറിയാറില്ല, ശരിക്കൊണ്ട് മുറിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് റൈസ് മുറിയാ അല്ലെങ്കിൽ കഴിച്ചിട്ട് പണ്ട് കാലത്ത് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ലിവിങ് വെച്ചാൽ ഈ ഫിഷിങ് അതുപോലെ പേൾ ഡൈവിംഗ് ആണ്. നമ്മൾ മുത്തൊക്കെ എടുക്കില്ല കടലിൽ നിന്ന്, ഭയങ്കര എക്സ്പെൻസ് ആണ് അതാണ് ഇപ്പോഴത്തെ സമയത്ത്. പേൾ ഡൈവിംഗ് ഉദ്ദേശിക്കുമ്പോൾ പുറം കടലിൽ പോയിട്ട് പേൾസ് ഒക്കെ ഓപ്പൺ ആക്കി ഷെല്ല് ഓപ്പൺ ആക്കിയിട്ടാണ് പേൾസ് എടുക്കുക. അപ്പൊ ഇപ്പൊ വെച്ചാൽ നമ്മളെ മാസ്ക് സിലിണ്ടർ ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ആവുന്നില്ല, നോസ്ട്രിൽസ് മാത്രം ഉണ്ടാവും. കുറച്ച് ആടെ സാധനം എടുക്കുക. ശരിക്കും വന്നിരുന്ന ഇന്ത്യയാണ്, ഫസ്റ്റ് വന്നിരുന്ന ഇന്ത്യനാണ്. പിന്നീട് ഇവിടെ സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി, അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്ന ബോട്ടിൽ എത്ര പേര് പോകും? ഗസ്റ്റ് ചെയ്യും, എത്ര പേര് പോകും? അതെ ശരിയാ, ഒരു 50. ഇത് ശരിക്കും ഫിഷിംഗ് ബോട്ട് ആയിരിക്കും. പേൾ ഡൈവിംഗ് ബോട്ട് കുറച്ച് വലിപ്പുണ്ടാവും, അതിൽ 50 ആൾക്കാരൊക്കെ പോവാം. അപ്പൊ 50 ആൾക്കാർ വരുമ്പോൾ ഇവര് ഇന്ന് പോയിട്ട് നാളെ വരില്ല. പേൾ പറയുമ്പോൾ ഇവര് മിനിമം 3 to 6 മാസം കടലിലായിരിക്കും. 3 to 6 മാസം കടലിലായിരിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? ഞാനൊരു വിചാരിച്ച്
ഇന്ന് പോയിട്ട് നാളെ വരും അങ്ങനെയല്ല. സംഭവം സെറ്റപ്പാ. 6 മാസം ഒരു 3 to 6 അല്ല ഒരു ഡൗട്ട് വെച്ചു. അപ്പൊ ഈ 50 പേരും ഒരു കടല് 50 പേരില് കുറച്ച് ആൾക്കാർ ഫുഡ് ഉണ്ടാക്കാന്, കുറച്ച് പേര് എന്താ പറയാ ഈ ഷെല്ല് ഓപ്പൺ ആക്കാന്, അതുപോലെ കുറച്ച് ആൾക്കാർ ഡൈവ് ചെയ്യാന്. 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് മുതലാണ് ഇവര് ഡൈവ് ചെയ്യാൻ തുടങ്ങുക. അത് പിന്നീട് ഒരു 1930 ആയപ്പോഴാണ് ഈ സംഭവം പേൾ ഡൈവിംഗ് എന്ന സംഭവം നിന്നത്. കുറഞ്ഞു വന്നത്. കാരണം നമ്മളെ ജപ്പാനില്ലേ ഈ ആർട്ടിഫിഷ്യൽ പേൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ ശേഷം ഈ പേളിന്റെ സംഭവം കിട്ടല് കോയിലൊക്കെ നന്നായി കുറഞ്ഞു. പിന്നീട് നമ്മളെ ഓയിൽ സംഭവങ്ങളൊക്കെ വന്ന് പിന്നെ ഒന്നിനും നൈസായിട്ട് ബൂസ്റ്റ് ചെയ്തു. ഇവിടെ മുന്നൊക്കെ ആൾക്കാർ താമസിച്ചത് അവിടെ അറബിയിൽ താമസിക്കുന്ന സ്ഥലം. ഒറിജിനൽ ബെഡോയിൻസ് ഇവിടെ താമസിച്ചത്. ഇവിടെ നമ്മള് ആൾക്കാർ വന്ന് താമസിക്കുക. അബുദാബിന്ന് ആൾക്കാർ വന്ന് താമസിക്കും ഇങ്ങോട്ടേക്ക്. പിന്നീട് ഇത് ഡെവലപ്പ് ആയപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഇവിടെ മാറി താമസിക്കാണ്ട് സ്വന്തം വീടിന്റെ കുറച്ച് ഇവിടെ മാറി താമസിക്കും. മ്യൂസിയം പോലെ സെറ്റപ്പ് ആക്കി. നമ്മളിപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ പണ്ടത്തെ തണുപ്പ് യന്ത്രം. തണുപ്പ് യന്ത്രമല്ല, അതിന് വിൻഡ് ടവർ എന്നാ പറയാ. അതിന് മലയാളത്തിൽ അങ്ങനെയാണല്ലോ പറയാ. അങ്ങനെ പറഞ്ഞു. വിൻഡ് ടവർ, അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാ ഡയറക്ഷനിലും കാറ്റ് വരും ഈ വിൻഡ് ടവറിലേക്ക്. അപ്പൊ എന്താ വെച്ചാല് ചൂട് സമയത്ത് നമ്മളെ ഇതില്ല തണുത്ത വെള്ളത്തില് കാറ്റ് നനച്ചിട്ട് അടിയിലിടും. അപ്പൊ ഏത് ഭാഗത്തുനിന്ന് കാറ്റ് വരുന്നത് കാറ്റ് അയക്കടിച്ചിട്ട് നേരെ താഴേക്ക് വരും. നല്ല കൂളായി ചൂട് കാലത്ത് വരെ അതാക്കി തരും. അപ്പൊ ആള് ചില്ലറക്കാരനാണ് കേട്ടോ. നമ്മുടെ ദുബായ് ടൂർ ഗൈഡാണ്. മറ്റേ ലൈസൻസ് ഒക്കെ ഉള്ള ശരിക്കും ടൂർ ഗൈഡാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതം കാണിച്ചുതരാം. ഇവിടെ ചെറിയ റോഡ് കാണില്ല, ചന്ദ്രജയിൽ പോലെ കാണുന്നില്ല. സംഭവം വെച്ചാല് ഉള്ളിന്ന് ഇപ്പോ സാധാരണ അറബികള് 6 മാസമൊക്കെ കടലിലേക്ക് ഒരാണ്. ഇപ്പൊ ഞാൻ പുരുഷനല്ല, ഞാൻ വന്നിട്ട് ഡോറെ കൊട്ടി വെച്ചു. ഡോറെ കൊട്ടി ഞാൻ തിരിഞ്ഞു നിൽക്കും. കാരണം ഉള്ളിലുള്ള പെണ്ണുങ്ങളായിരിക്കും. പെണ്ണുങ്ങളെ ഫേസ് അത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും പെണ്ണിന്റെ ഇതേ കാണുള്ളൂ. മുഖത്തിന് താഴെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ തിരിഞ്ഞു നിൽക്കണം. അതാ എന്റെ റൂള്. പണ്ടത്തെ മഡേസൈഡിലൊക്കെ ഉള്ള സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കാറ്. ഇപ്പൊ വെച്ചാൽ ഫുൾ AC കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ പണ്ട് കാലത്ത് വീടിനുള്ളിലേക്കായി ആയിപ്പോ. അപ്പൊ ടെന്റ് കെട്ടിട്ട് അങ്ങനെ ഇരിക്കാറ്. അപ്പൊ ചായ കുടിക്കുന്നത് വിറക്, അതുപോലെ ഇറച്ചിയുടെ സംഭവങ്ങള്, മീറ്റിന്റെ മുറുക്കാനുള്ള സംഭവങ്ങളൊക്കെ, ചായയുടെ പാട്ട ഒക്കെ ആ ഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ചായ വേണമെങ്കിൽ ചായ കൊടുക്കുന്ന ആളുണ്ടാവില്ല. ചായ കൊടുക്കുന്ന ആളുണ്ടെങ്കിൽ ചായ കൊടുക്കുന്ന ആൾ ഇപ്പം റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കാം. വലത്തെ ഭാഗത്ത് നിന്നാണ് ചായ കൊടുക്കുക. ആ ഭാഗത്ത് നിന്ന് കൊടുത്ത് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ചായ മതിയെങ്കിൽ ഇപ്പോൾ വലിയ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടാവും മജീസിൽ. അപ്പോൾ ആർക്കെങ്കിലും ചായ ഇനി വേണമെങ്കിൽ ഇങ്ങനെ പൊക്കും, ഗ്ലാസ് പൊക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന ആൾ വന്നിട്ട് ചായ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതുപോലെ ചായ ഇനി വേണ്ടെങ്കിൽ ഇങ്ങനെ ഷെയ്ക്കും. ചെറിയൊരു ഗ്ലാസ്സാണ്, ഞങ്ങളുടെ പേര് സിഞ്ചാന്ന് അറിയാം. അറബിയുടെ പറയും സിഞ്ചാന്ന് പറയും. അതിങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ ചായ മതി ഇനി വേണ്ടാന്ന് അർത്ഥം. കാരണം ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ചായ വേണമെന്ന് അവിടെ സംസാരം ബ്രേക്ക് ആവും. അതുകൊണ്ട് എപ്പോഴും ആക്ഷൻ ആയിരിക്കും ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒഴിക്കുന്ന ആൾക്ക് പ്രത്യേകത ഉണ്ട്. വലിയ വലിയ അടുക്കള വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്ക് ചെവിടെ കേൾക്കുണ്ടാവില്ല. കാരണം ഒരു പറയുന്നുണ്ടാവും സീക്രട്ട് പത്രം ഉണ്ടാവും, സീക്രട്സ്. മിക്ക വീട്ടിലും ആ ഒഴിക്കുന്ന ആള് ചെവിടെ കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഷെയ്ഖന്മാരെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ ഡിസ്കഷൻ ആയിരിക്കും ചെവിടെ കേൾക്കുന്ന ആളായിരിക്കും സർവീസ് ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ ഒരു പുതിയ ഒരു അറിവല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ്. നമ്മുടെ ടൂർ ഗൈഡ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടിയത്. അപ്പോൾ റുക്കു നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ബർദ് ദുബായ്. ഓപ്പോസിറ്റ് കാണുന്നതാണ് ദേര. ഇവിടുന്നാണ് മെയിൻ ട്രേഡിങ് സംഭവം നടത്തിയിരുന്നത്. ഇവിടുന്ന് ഏറ്റവും ക്ലോസിൽ കണ്ടിട്ടാണ് ഇറാൻ. ഇവിടുന്നാണ് ഈ കാണുന്ന ക്രീക്കില്ലേ, ഈ സംഭവം പറഞ്ഞ ക്രീക്ക് എന്ന് പറയുന്നത്. ഇത് 14 കിലോമീറ്ററാണ് ഈ ക്രീക്ക്.
പണ്ട് കാലത്ത് ആൾക്കാർ ഈ ദുബായ് ടു ദേര ക്രോസ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന അബ്രല്ലേ ചെറിയ ബോട്ട്, ചെറിയ ബോട്ടിന് പറയുന്നതാണ് ചെറിയ ബോട്ട് അബ്ര ബോട്ട്. ഫസ്റ്റ് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഈ അബ്ര ബോട്ട്. പിന്നീട് നമ്മൾ ചിന്തഘട്ടനയില് 1975 മക്തും ബ്രിഡ്ജ്, അതിന് മുന്നേ മക്തും ബ്രിഡ്ജ് 1968 ഡേറ്റിലൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ പണ്ട് കാലത്ത് ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന 1 drums ആയിരുന്നു. ആ ട്രഡീഷൻ ഇപ്പോഴും ഒരു കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 1 drums ആണ് ചെയ്യുന്നത്. ഒരു ബോട്ടിൽ 20 ആൾക്കാരാണ് പോവുക. അത് ഈ ബോട്ടിൽ പല ടൈപ്പും ഉണ്ട്. അതായത് നമ്മൾ ക്രോസ് ചെയ്യാൻ 1 drums, ടൂർ ചെയ്യണമെങ്കിൽ 60 drums, ഒരു മണിക്കൂറിലേക്ക് 60 drums. അപ്പൊ കണ്ടില്ലേ, നമുക്കിത് ഇവിടുന്ന് ആ സെക്ഷനിലേക്ക് ക്രോസ് ചെയ്യാനാണ് കേട്ടോ 1 drum. ഇത് ഫുള്ള് നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് ടൂറായിട്ട് കാണണമെങ്കിൽ ഇതിന് 60 drum. മന്ദിരത്തിന് ഒരു ബോട്ടിൽ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാട്ടോ. അത്ര സമയമില്ല, കുറച്ച് സമയം. എന്നാൽ നമ്മൾ ബർദുബായിക്കല്ലേ പോകുന്നത് അല്ലേ? നമ്മൾ പോകുന്നത് ബർദുബായിക്കാണ്. നമുക്ക് അവിടെ നിന്ന് ചായയും ഒരു കടിയിലും കഴിച്ചിട്ട് നൈസായിട്ട് ഒന്ന് ശ്രമിക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. നല്ല കടി പഴമുണ്ട്, എല്ലുപടുണ്ട്, എഴുന്നൂറുണ്ട്, മുത്തലപ്പുണ്ട്, പരിപ്പൂടുണ്ട്, ഇപ്പൊ നമുക്കുണ്ട്, വെജിറ്റബിൾ നമുക്ക് വളരെ ലസ്സി ട്രൈ ചെയ്യാൻ വന്നാണ്. നമ്മൾ ശ്രീരാജ് ലസ്സി അവിടെയാണുള്ളത്. ഇതിന്റെ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിനു വേണ്ടി വന്നാണ്. നമ്മുടെ ചാച്ചുവിന്റെ ഫ്രണ്ട് മുസ്തഫ അബിദോസ് ഉണ്ട്.
അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം അല്ലേ? വന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. കാരണം കസ്റ്റമർ ഒരു കസ്റ്റമർ വന്നാൽ അവർ 10 പേരോട് വരും, അത് അവർ 10 പേര് അവർ 10 പേരോട് അങ്ങനെ ഓർത്ത് ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ. ഇതിനു വേണ്ടി കൊടുത്തല്ല കേട്ടോ, റിപ്പോർട്ടേഴ്സ് വന്നിട്ട് അവരെടുത്ത സംഭവങ്ങളാണ് കണ്ടത്. അടിപൊളിയായിട്ട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ലസ്സിയിൽ തന്നെ പിന്നെ ലസ്സി പ്ലസ് ഐസ്ക്രീം ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടിയിൽ വരുന്ന ഒരു 3 ഫ്ലേവറിൽ വരുന്ന ഒരു ലസ്സീസ് ഉണ്ട്. അതാണ് ഒന്ന് മാംഗോ, നോർമലി കേസർ. നമ്മൾ ഓർഡർ ചെയ്തത് കേസറാണ്. അപ്പൊ നമുക്ക് ഓർഡർ ഇട്ടെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം സാധനം എങ്ങനെയുണ്ട്. ഓക്കെ, നമ്മുടെ ഐറ്റം എത്തിയിരിക്കുകയാണ് മക്കളെ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാ പറഞ്ഞത്. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ട്രൈ ചെയ്തേ. സാധനം നോർമൽ മട്ക ലസ്സിയാണ്. അപ്പം എന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിലെന്താ ഒരു സ്പെഷ്യാലിറ്റി തോന്നി? ഈ മട്കയിൽ വരുന്നോണ്ട് ഇതൊരു ഭയങ്കര ഒരു കൂളായിട്ട് ഫീൽ ആയിട്ട് നല്ലൊരു റിഫ്രഷിംഗ്. ഈ ഒരു മട്ക നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെയല്ലേ നമ്മളെ ഒരു നല്ലൊരു എന്താ പറയാ റിഫ്രഷിംഗ് കിട്ടും. സൂപ്പർ ഐറ്റങ്ങൾ ഒരു അടാറ് സൈറ്റാണ് കേട്ടോ. ഇത് 3 സ്കൂപ്പ് ഐസ്ക്രീം വരുന്നുണ്ട്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട് വരുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട് വരുന്നുണ്ട്. ട്രൈ ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് എല്ലാ പ്രാവശ്യവും ബ്ലോഗ് ഇങ്ങനെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സംഭവം നന്നായി ഇഷ്ടപ്പെട്ടു. അതിവിടെ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. ഇത് കേസർ, ഇത് മലായി, എല്ലാം ഫ്രഷ്. മലായി, അതുപോലെ കേസ്, അതുപോലെ മാംഗോ. ഇത് സെയിം ഐറ്റം ചിക്കനകത്ത് വരും. കേസർ സെയിം കളർ. നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്താണ് സ്പെഷ്യാലിറ്റി ആളുകൾ ഇവിടേക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാതെ വരാനുള്ളതെന്ന്. അതിനുള്ള ആൻസർ കണ്ടില്ലേ, ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അത് നിങ്ങൾക്ക് എന്താണ് എന്നറിയണമെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പൊ നമ്മൾ അടുത്ത ഫുഡ് ടൂറിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള പാനിപൂരി. പാനിപൂരി ട്രൈ ചെയ്യാത്ത ഒരു മലയാളീസ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് ട്രൈ ചെയ്താലോ? അടിപൊളി പാനിപൂരി. പാനിപൂരി നല്ല ബർദുബായിൽ എന്തൊക്കെ അടിപൊളി എവിടെയൊക്കെ കിട്ടണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചാച്ചുവിനെ തന്നെ കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്യാം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സ്പോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്, പ്രത്യേകം പറയണം.
എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഷോപ്പാണിത്. ഗൈസ്, നിങ്ങൾ ആലോചിക്കണം, 45 വർഷം പഴക്കമുള്ള ഒരു ഷോപ്പ്. അന്നത്തെ ദുബായ് എന്ന് പറയുന്ന ആലോചിച്ച് ഈ ഷോപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രത്യേക വേറെയും കുറെ കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയാണത്? പ്രത്യേകിച്ച് ആകെ 3 ടൈപ്പ് സാൻഡ്വിച്ച് ഉള്ള ഈ കടയിൽ. അതൊന്ന് ആലു, ഒന്ന് പിന്നെ സമൂസ, ഒന്ന് ഫലാഫിൽ. ഈ ഓരോ സാൻഡ്വിച്ചിലും 2.5 dirhams. 2.5 dirhamsന് ഇപ്പോഴും സാൻഡ്വിച്ച് കിട്ടുന്ന കട നമ്മുടെ ദുബായിലുണ്ട് കേട്ടോ. അതൊരു ടൂർ ഗൈഡിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ, അതായത് ഇതിന് വലിയൊരു അഡ്വർടൈസ്മെന്റോ വേറെ കാര്യങ്ങളൊന്നും ഇവർ കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ടൂർ ഗൈഡിനെ കൊണ്ടുവന്നാലേ നടക്കുള്ളൂ. അതാണ് ശരി. എന്റെ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ സാൻഡ്വിച്ചിന്റെ ഒരു ഫ്ലേവർ ആണ് കിട്ടുന്നത്. നല്ലൊരു ഒരു ചട്ടിനിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സാൻഡ്വിച്ച് ലവേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്കില്ലായിട്ടാണ് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ മിൽക്ക് നന്നാറി സർബത്ത്, നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, നമ്മുടെ 2 സൈഡിലും മൊബൈൽ ഷോപ്പാണ് കേട്ടോ. അതെ, എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ടൂർ ഗൈഡ് ആയിട്ടുള്ളത്. ഒരു ടൂർ ഗൈഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകാതിരിക്കുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ ആ ലസ്സി, ശ്രീരാജ് ലസ്സി ഷോപ്പ്. അതേപോലെ തന്നെ 45 ഇയേഴ്സുള്ള മറ്റേന്താണ് നമ്മുടെ സാൻഡ്വിച്ചിന്റെ കട. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് നമ്മുടെ ചാച്ചു കൂടെ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ചാച്ചുവിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ടൂർ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ടൂർ ഗൈഡിനെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിന്റെ കമന്റിൽ ഇടണം. അതുപോലെ തന്നെ സജഷൻസ് ഇടണം. നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങൾ പോയി ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സ്പെഷ്യലായിട്ട് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാലേ ഞങ്ങളുടെ ഫ്യൂച്ചർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോ ബൈ പറയാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫോർ അസ്. പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ ഫ്രം